ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഓട്ടമുണ്ട്. അത് രാവിലെ തന്നെ നമ്മൾ വേഗം, വീട്ടിലാണെങ്കിൽ ഇത്ര വേഗം എണീക്കില്ല, ഹോട്ടലിലാണെങ്കിൽ വേഗം എഴുന്നേറ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു പോക്ക് പോകും. നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടെ. ഇഡ്ഡലി, ദോശ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇടിയപ്പം, പിന്നെ പൂരി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ബനാന ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചായയും ദോശയാണ് കേട്ടോ. ഞാൻ എപ്പോഴും എവിടെ പോയാലും ചായ, ഒരു ദോശ അങ്ങനെയാണ് കഴിക്കാറ്. സെറ്റ് ദോശയൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഒരു ബനാന ഫ്രൈ എടുത്തു, പൊട്ടാറ്റോ ഫ്രൈ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഞാൻ ദോശയും ചായയും കഴിച്ചു. നല്ല വൈറ്റ് ചട്നി, തേങ്ങാ ചട്നി ഇല്ലേ, അതും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ തേങ്ങാ ചട്നി അടിപൊളിയാണ്. ഞാനത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സെയിം ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത്. മുന്നേ വന്നപ്പോഴും ഇവിടെ തന്നെ സ്റ്റേ ചെയ്തത്. അന്നേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എല്ലാവരോടും അവനവൻ്റെ ഇഷ്ടത്തിന് വേഗം കഴിച്ചിട്ട് പിന്നെ റെഡിയായിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകണം. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പുറത്ത് പോകാനുള്ള ഒരു പരിപാടിയാണ്. ബാംഗ്ലൂരിലെ കണക്ഷൻസ് ആണോ? അതെ അതെ അതെ, എല്ലാം ബാംഗ്ലൂർ. ഇന്നലെ ചീനവല റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയ സെയിം ഊബർ പയ്യനെ തന്നെ ഞങ്ങൾ വിളിച്ചിട്ടുന്നു. അവൻ്റെ പേര് വിഷ്ണു എന്നാണ്. നല്ല രസമായിരുന്നു. അവൻ പറഞ്ഞു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരെ അവൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. രാത്രി പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ. വെൽക്കം ബാക്ക് ടു റിയാസ് വ്ലോഗ്സ്. ഞങ്ങൾ കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടാണുള്ളത്. അപ്പം ഇന്നലെ മാരേജൊക്കെ കഴിഞ്ഞ് ഇന്ന് കൊച്ചി ഒന്ന് കറങ്ങാൻ വിചാരിച്ച്. അധിക സ്ഥലങ്ങളിലൊന്നുമില്ല, കുറച്ച് 2-3 സ്ഥലങ്ങൾ മാത്രം. ഞങ്ങൾക്ക് വൈകുന്നേരം ട്രെയിനാണ്. അപ്പം അതുവരെ പറ്റുന്ന സമയത്തിനുള്ളിൽ ഫസ്റ്റ് ഞങ്ങൾ വന്നത് എടപ്പള്ളി ചർച്ചിലാണ് കേട്ടോ. അപ്പം ഭയങ്കര വലിയ ചർച്ചാണ്. അപ്പം എല്ലാവരും പറഞ്ഞു എന്തായാലും ഒന്ന് കാണണം. എന്നാൽ ശരി, ഫസ്റ്റ് തന്നെ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ചർച്ച് കാണിച്ചു. എടപ്പള്ളിയിലെ ഈ ചർച്ച് ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ചർച്ചാണ് കേട്ടോ. സെയിൻറ്റ് ജോർജസ് ഫോറൻസ് ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. എടപ്പള്ളി പുണ്യാളൻ അങ്ങനെ പറയുമ്പോഴായിരിക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ വലിയൊരു പാർക്കിംഗ് സ്പേസും ഉണ്ട് ഇതിന്. നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടത്. വലിയ ചർച്ചാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ തലേ ദിവസം കുറച്ച് വേറെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. നല്ല ചൂടാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നല്ല ടാന് കയറുന്നത് ഉറപ്പാണ്, അത്രയും ചൂട്. ബാംഗ്ലൂർ ചൂടില്ല എന്നല്ല, പക്ഷെ എന്നാലും ഭയങ്കര ചൂട്. വെയിൽ കൊണ്ട് നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയും ചൂടായിരുന്നു. പിന്നെ ഉള്ളിലൊക്കെ വീഡിയോ എടുക്കാവോ? അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാരണം ബ്ലോക്കും അത്യാവശ്യമുണ്ട്. എടപ്പള്ളി വരുമ്പോൾ തന്നെ കുറച്ച് നന്നായി ബ്ലോക്കിൽ പെട്ടിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊരു കുട്ടിയിട്ട് കേട്ടോ ഇവിടെ. അവൻ എറണാകുളത്ത് ജോലി ചെയ്യുക, ജോബി എന്ന പേര്. അപ്പോൾ അവനാണ് വന്നിട്ട് ഈ ഫോട്ടോസൊക്കെ എടുത്തത്. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ കാണാൻ വേണ്ടി ഓടി വന്നു. അപ്പോൾ ഇതാണ് ജോബി. ചർച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് എറണാകുളത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു ടോഡി ഷോപ്പുണ്ട് നമ്മുടെ ബോച്ചയുടെ, അവിടേക്കാണ് കേട്ടോ, കള്ള് ഷാപ്പ്. അവിടേക്ക് പോകാൻ വിചാരിച്ചു. അവിടെ കുറേ വെറൈറ്റി ഓഫ് കള്ള് കിട്ടും, പിന്നെ നല്ല ഫുഡ് കിട്ടും എന്നൊക്കെ അറിഞ്ഞു. റേറ്റിങ്സ് ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ വിചാരിച്ചത് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോക്കാണ് കേട്ടോ. എടപ്പള്ളിയിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. 20-21 കിലോമീറ്റർ ഉണ്ട്. കുറച്ച് ദൂരമുണ്ട്. കാരണം ബ്ലോക്കൊക്കെ പെട്ടിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 1 അവർ എടുത്തു ഇവിടേക്ക്. ഇന്നലെ ഞങ്ങൾ കുറേ സ്ഥലങ്ങളും കവർ ചെയ്യാനുണ്ട്. കുറേ സ്ഥലങ്ങളല്ല, മാക്സിമം കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇന്ന് കവർ ചെയ്യണം. വൈകുന്നേരം തിരിച്ചു പോവുകയാണല്ലോ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. കുറച്ച് ഉള്ളിലേക്കാണ്, മെയിൻ റോഡല്ല. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ടേക്ക് വരണം. ഒരു 2 കിലോമീറ്റർ അകത്തോട്ടേക്ക് വരണമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ടേക്കുള്ള റോഡ് വളരെ കൺജസ്റ്റഡ് ആണ് കേട്ടോ, ചെറിയതാണ്. വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റില്ല. അങ്ങനെ എൻട്രൻസ് തന്നെ നമ്മുടെ ബോച്ചയുടെ ഒരു പ്രതിമ ഉണ്ട്. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പാട്ടൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടു നമുക്ക്. പിന്നെ കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിക്കാൻ വിചാരിച്ചു.
ഈ ഒരു ഏരിയയാണ് കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. പിന്നെ അല്ലാതെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കവർ ചെയ്യാനൊക്കെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഫസ്റ്റ് ഞങ്ങൾ ഫുഡാണ് കഴിക്കുന്നത്, എന്നിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ട്, പിന്നെ സമയം അത്രയേ ഉള്ളൂ. അപ്പം ഒരു ബോച്ചയുടെ ഒരു ഇത് കണ്ടില്ലേ. 1 അവർ യാത്ര ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും നന്നായിട്ട് ടയേർഡായി. പിന്നെ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയിട്ട് എന്തായാലും അവർ മെനു കൊണ്ടു തന്നു. അപ്പോൾ അതൊക്കെ നോക്കി എന്താ ഫുഡ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നല്ല അറ്റ്മോസ്ഫിയർ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട്. പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ റഷൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നൈറ്റ് ലൈഫ് ആയിരിക്കും, രാത്രിയായിരിക്കും ആൾക്കാർ കൂടുതലുണ്ടാവുക. പക്ഷേ മെയിനായി എനിക്ക് തോന്നിയത് പാട്ട് വളരെ സൗണ്ടിലാണ് കേട്ടോ വെച്ചത്, ഭയങ്കര ഒച്ചത്തിൽ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത കള്ള് വന്നു. അപ്പോൾ എല്ലാവരും കുടിക്കുക കേട്ടോ. ഞാൻ ചെറുപ്പത്തിലും കള്ള് കുടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തെങ്ങൊക്കെ ചെത്താൻ അന്ന് ആൾക്കാർ വരുമായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് കുടിക്കാനും അച്ഛൻ തരും. പിന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ കള്ളിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം, എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്, നല്ല മധുരമല്ലേ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ കിട്ടി കള്ള്. അപ്പോൾ എല്ലാവരും കള്ളൊക്കെ കുടിച്ച് എൻജോയ് ചെയ്യാം. ഫുഡടിക്ക് താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞങ്ങൾ യാതൊരു കോംപ്രമൈസിനും തയ്യാറായില്ലായിരുന്നു. അപ്പോൾ കണവ, നെയ്മീൻ നിർവാണ, നെയ്മീൻ പാൽക്കറി, ചെമ്മീൻ ഫ്രൈ, പിന്നെ കൊഴുവ ഫ്രൈ, കാലാഞ്ചി തവ ഫ്രൈ, വറുത്തരച്ച കോഴിക്കറി, പാൽക്കപ്പ വിത്ത് ബീഫ്, പിന്നെ പാൽക്കപ്പ ബീഫ് കഴിക്കാത്തവർക്ക് കള്ളപ്പം, ചോറ്, പിന്നെ നെയ്മീൻ്റെ ഒരു മുളകിട്ട കറി, ചിക്കൻ വറുത്തരച്ച നാടൻ കറി, അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ നിർവാണ മാത്രം എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മുന്നേ ഞാൻ ഷെഫ് പിള്ളയുടെ അവിടെ പോയപ്പോഴും എനിക്ക് ഈ നിർവാണ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് ആയിരിക്കില്ലേ. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ബീഫൊക്കെ സൂപ്പറായിരുന്നു, പാൽക്കപ്പ വിത്ത് ബീഫൊക്കെ അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും നല്ല ഇതാണ് കേട്ടോ പാൽക്കപ്പ വിത്ത് ബീഫ്, കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പം ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല ബില്ലും വന്ന്. ഇത്ര പേരുണ്ടായിരുന്നല്ലോ, 6000 സംതിങ്ങും വന്നു. പിന്നെ കള്ളിൻ്റെ 400 രൂപ എക്സ്ട്രീം വന്നു. ഇവിടുന്ന് നമ്മൾ ചെമ്മീൻ പിടിക്കാം. ഓ ഓ ഇവിടെ ഇതാണ് ഫാമിലി ഇത് അല്ലേ. അവിടെ നോക്ക്, ഗ്ലാസ് ഇങ്ങനെ ഇട്ടിട്ടാ എന്തിനാ. ഓ ബോച്ച തകർത്തുണ്ടല്ലേ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എഴുതിയിട്ട് കള്ളു വെക്കുക. എവിടെ ഇവിടെ നിങ്ങൾക്ക് അരയ്ക്കുന്ന കല്ലുകളൊക്കെ കാണാം. ഉരൽ അരയ്ക്കുന്ന കല്ല് ഒക്കെ ഉണ്ട് കേട്ടോ, ട്രഡീഷണൽ സ്റ്റൈല്. നമ്മൾ തന്നെ ഇവിടുന്ന് മീൻ പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ അതൊക്കെ ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഫ്രൈ, കറി ആണെങ്കിൽ കറി, അങ്ങനെ വെച്ച് തരുമെന്നും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് മീനൊന്നും പിടിക്കാൻ അറിയില്ല. ഇവിടെ തന്നെയാണ് ചെമ്മീനൊക്കെ പിടിച്ചിട്ട് അവർ കറി വെക്കണതെന്നാണ് പറയണത്. ഞാനൊന്ന് ട്രൈ ചെയ്തു മീൻ പിടിക്കാൻ. എനിക്ക് ഒരു കുന്തും അറിയില്ല, എന്നാലും വെറുതെ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ചൂണ്ടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിന്നു. അപ്പം വിഷ്ണു പറയുന്നുണ്ടായിരുന്നു, ചേച്ചി എന്തിനാ ഇളക്കണത്, കറക്റ്റായിട്ട് വെക്കുമെന്നൊക്കെ. പക്ഷെ നമുക്കിതൊന്നും അറിയില്ലല്ലോ. എന്നാലും ഞാൻ റിയലി എൻജോയ്ഡ്. പാത്രത്തിൽ കല്ലിട്ടോ നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇറങ്ങി. ബോച്ചേനെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും, പക്ഷേ ബോച്ച ഉണ്ടായില്ല. ചില സമയത്തൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ഇവിടുന്ന് ഷോർട്ട് കട്ടാണ്. ഞങ്ങൾക്ക് മട്ടാഞ്ചേരി ജൂത്ത് സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോകണം, അവിടെയൊന്നും കണ്ടിട്ടില്ല. ഇവിടുന്ന് അടുത്താന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നോക്കാം. അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരിയിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ജങ്കാറിൽ കയറിയിട്ടാണ് കേട്ടോ പോയത്. അതാകുമ്പോൾ അധികം ട്രാഫിക്കൊന്നും ഇല്ലാതെ വേഗം എത്താമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫസ്റ്റ് യാത്ര കേട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക ഞാൻ കണ്ടിട്ടുണ്ടത് ഞങ്ങളുടെ കടലുണ്ടി ആ ഏരിയയിലൊക്കെ ഉണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്, പ്രത്യേകിച്ച് കാറിൽ. അപ്പോൾ ഇവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കണം നമ്മൾ, എന്നിട്ടാണ് നമ്മളെ വണ്ടി അകത്തേക്ക് കയറ്റുക. ക്യൂ നിൽക്കേണ്ടി വരും, എന്നിട്ടാണ് നമ്മൾ അകത്തോട്ടേക്ക് കയറുക. 2 സൈഡിലും ഇരിക്കാനൊക്കെ സീറ്റുണ്ട്. പിന്നെ വാഹനങ്ങളൊക്കെ നിർത്തി ഫുള്ള് നിറഞ്ഞതിന് ശേഷമാണ് ഇത് മുന്നോട്ടേക്ക് എടുക്കുകയുള്ളൂ. ഒരു അടിപൊളി സംഭവം അതല്ലേ, ഒരു സൈഡിൽ നിന്ന് നമ്മൾ വേറെ സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള
ഇത് ഞാൻ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴേ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പോകണം എന്നുള്ളത്. പിന്നെ ഒരു വെയിലൊക്കെ താഴ്ന്ന സമയമായതുകൊണ്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയട്ടോ. പുറത്തിറങ്ങിയിട്ട് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര റഷായിരുന്നു. ടൂ വീലേഴ്സൊക്കെ നിർത്തിയിട്ടുകൊണ്ട് അങ്ങനെ ഇറങ്ങാനും കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്തു. വേഗത്തിലെത്തുകയും ചെയ്യാമല്ലോ. നോക്കാം. അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരി എത്തി. കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. രണ്ട് സൈഡും കുറേ കടകളാട്ടോ. നമ്മളെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യുന്ന ഓരോരോ സാധനങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് വാങ്ങാനൊന്നുമില്ല. നമ്മൾ മെയിനായിട്ട് പോകുന്നത് കുറേ ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. കാരണം ഓരോ റീൽസിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അധികം ആൾക്കാരും ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് റീൽസൊക്കെ കണ്ടിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കാനാണ് മെയിനായിട്ടില്ലേ. അതിപ്പോൾ ടെമ്പിൾ ആയാലും ഇതുപോലത്തെ സ്ഥലങ്ങളായാലും. അപ്പോൾ നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ട്, നല്ല കളർഫുൾ ബാഗുകളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പുകളും നോക്കി നടക്കുകയാണ് കേട്ടോ. എല്ലാ ഷോപ്പിൻ്റെ ആൾക്കാരും വന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും, ഇന്ന ഐറ്റംസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ജസ്റ്റ് കയറി എന്നല്ലാതെ കാര്യമായിട്ടൊന്നും വാങ്ങില്ല. അതെല്ലാം ഭയങ്കര വിലയായിട്ട് തോന്നി. അപ്പം പിന്നെ ഞങ്ങളൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് ഒക്കെ നോക്കി ഇങ്ങനെ നടന്നു. നമുക്ക് അറിയാൻ പറ്റും. കുട്ടികളൊക്കെ അഭയാർത്ഥികൾ ഇവിടെ ഇരുന്നോ? ഞങ്ങൾ കാര്യമായിട്ട് പർച്ചേസ് ഒന്നും ചെയ്തില്ലായിരുന്നു. ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നി. ഞങ്ങൾക്ക് ഇതിലും ചീപ്പായിട്ട് ബാംഗ്ലൂർ കിട്ടും തോന്നി. പിന്നെ മെയിൻ നമ്മൾ വന്നത് സ്ഥലം കാണാനും കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ ആണല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ ടയേർഡായി. രാവിലെ തൊട്ട് തുടങ്ങിയ യാത്രയാണല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രാത്രി ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, കാരണം ബ്ലോക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി മൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. പോണ വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിക്കണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കസിനോട് ചോദിച്ചു, അവളിവിടെ ഉണ്ട്. അപ്പം കസിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ കാലിക്കറ്റ് ബേക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്, ഫേമസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. നോക്കുമ്പോൾ ഇവിടെ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചിപ്സൊക്കെ ചൂടോടെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവരെല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്യാൻ തരും. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ചാൽ മതി. നല്ല ചൂടായിട്ട് തന്നെ ലഡു അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഇപ്പോൾ നാട്ടിലെ ബേക്കറി, കോഴിക്കോട് ബേക്കറി പോയൊരു ഫീല് തോന്നി. അപ്പോൾ ചുടുചുടാ ഇവിടെ എല്ലാം ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങളെടുത്ത കുറേ ഫോട്ടോസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൊച്ചി വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും ബൈ.